പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മോഹൻ ബഗാന്റെ താരമായിട്ടുള്ള അർമാൻഡോ സാദിഖുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞു പോയ സീസണിൽ മോഹൻ ബഗാന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു അർമാൻഡോ സാദിഖ്. 8 ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞ സീസണിൽ താരത്തിന് സാധിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ ഫാൻസിന്റെ ഒരു സംശയമാണ് അർമാൻഡോ സാദിഖ് അടുത്ത സീസണിൽ മോഹൻ ബഗാൻ ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത്. അർമാൻഡോ സാദിഖിന് മോഹൻ ബഗാൻ ടീമുമായിട്ട് 2025 വരെ കോൺട്രാക്ട് ഉണ്ട്. മാത്രമല്ല നിലവിൽ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മെർഗിലാവോയും താരവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള മോഹൻ ബഗാന്റെ 6ാമത്തെ വിദേശ താരം അർമാൻഡോ സാദിഖ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താരം അടുത്ത സീസണിൽ മോഹൻ ബഗാൻ ടീമിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അർമാൻഡോ സാദിഖിനെ പോലത്തെ ഒരു താരം ടീമിൽ ഉണ്ടാകുന്നത് മോഹൻ ബഗാനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സുദാവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ സൈനിങ് തന്നെയാണ് നോവയുടേത്. നോവയുടെ ജേഴ്സി നമ്പർ ഏതാകുമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ സംശയമായിരുന്നു. കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ജേഴ്സി നമ്പർ 7 ധരിച്ചുകൊണ്ടായിരുന്നു നോവ കളിച്ചിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോൾ ജേഴ്സി നമ്പറിലൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് സെഷനിലൊക്കെ നോവ സുദാവി ജേഴ്സി നമ്പർ 77 ധരിച്ചുകൊണ്ടാണ് ട്രെയിനിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നോവ സുദാവി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജേഴ്സി നമ്പർ 77 ധരിച്ചുകൊണ്ട് കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ മിലോസ് ദിൻസിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ മിലോസും ജോയിൻ ചെയ്തിട്ടില്ല. എന്നാൽ ഈ 2 താരങ്ങളും ടീമിൽ ജോയിൻ ചെയ്യാൻ ഇത്രയധികം വൈകുന്ന കാരണം വിസ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് താരങ്ങളുടെ വിസ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ താരങ്ങൾ ക്യാമ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഉടനെ തന്നെ അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ മിലോസ് ദിൻസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്തേക്കും. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.